ജീവനുള്ള പെൻഗ്വിനുകളെ ഈ അടുത്ത കാലത്താണ് ഞാൻ ആദ്യമായി നേരിട്ട് ദുബായിൽ വെച്ച് കാണുന്നത്. കരയിൽ പമ്മി പമ്മി നടക്കുന്ന പെൻഗ്വിനുകൾ കടലിലെത്തുമ്പോൾ ചീറ്റപ്പുലിയെ പോലെ ഏകദേശം 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ 1 മണിക്കൂറിൽ അത് നീന്തിപ്പോകും. മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമുക്ക് അനുകൂലമായ ഘടകം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നാം വളരെ വേഗതയോടും സൂക്ഷ്മതയോടും കണിശതയോടും കൂടെ പെരുമാറാനായിട്ട് പഠിക്കണം. അതേപോലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവധാനതയോടെ പെരുമാറി അനുകൂല സാഹചര്യം വരുന്നത് വരെ ക്ഷമയോടെ ഇരിക്കാനും നാം പഠിക്കണം. പെൻഗ്വിന്റെ മറ്റൊരു പ്രത്യേകത, അത് മുട്ടയിടുന്നത് കരയിലാണ്. കരയിൽ മുട്ടയിടുമ്പോൾ ശത്രുക്കളുടെ അക്രമം വന്നാൽ അത് ഓടി രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല, കാരണം അത് പമ്മി പമ്മിയെ നടക്കുകയുള്ളൂ. എന്നാൽ അവ കൂട്ടം കൂടി അതിന്റെ ശരീരത്തിൽ 2 നിറമുള്ള വൈറ്റും ബ്ലാക്കും കൂട്ടം കൂടി ഒരുമിച്ചിരുന്ന് അതിന്റെ കറുപ്പ് നിറം ഒരു പാറ പോലെ തോന്നിപ്പിക്കുമാറ് ശത്രുക്കളെ കബളിപ്പിച്ച് അത് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നു. പെൻഗ്വിന്റെ മറ്റൊരു സവിശേഷതയാണ് അത് വിശ്രമിക്കുന്നത് കരയിലാണ്. തുഴ പോലെയുള്ള ചിറക് വിടർത്തി അതിനുള്ളിൽ മുഖം മറച്ചാണ് അത് വിശ്രമിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ നാമും പകലന്തിയോളം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് പെൻഗ്വിനെ പോലെ വീട്ടിലേക്ക് മുഖം തിരിച്ചു വേണം വിശ്രമിക്കുവാൻ. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ വിശ്രമം ആവശ്യമാണെന്ന് സാരം. അന്നുണ്ടായ എല്ലാ സമ്മർദ്ദങ്ങളെയും എല്ലാ മനോഭാരങ്ങളെയും ഉലച്ചു കളയാനായിട്ട് ഈ വിശ്രമം ഒരുപാട് നമ്മെ സഹായിക്കും. അതുതന്നെയല്ല, കുടുംബാംഗങ്ങളോടൊപ്പമുള്ള നർമ്മസല്ലാപങ്ങളും മറ്റ് കളിച്ചിരിയിലുമൊക്കെ ഏർപ്പെടുമ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങളെ ലഘൂകരിച്ചു പോകുന്നതിന് സഹായിക്കും. വിശ്രമം ഒരു മനുഷ്യന് വളരെയധികം അത്യാവശ്യമാണ്. അത് കർമ്മശേഷിയെ വർദ്ധിപ്പിക്കുകയും പിറ്റേ ദിവസം നാം നേരിടാൻ പോകുന്ന സമ്മർദ്ദത്തെ സ്മാർട്ടായിട്ടും അതേപോലെ ധീരതയോടെയും ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്തും നമുക്ക് ഇത്തരം വിശ്രമം നൽകാറുണ്ട്. പ്രകൃതിയിൽ തന്നെ എല്ലാ സമസ്യയ്ക്കും ഉത്തരമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്, അല്ലേ? നന്ദി.